ജീവിതത്തിൽ ആദ്യ വട്ടം എന്ന നിലയ്ക്ക് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നല്ല പച്ചപ്പോടുകൂടി ഓർമ്മയിലില്ലേ? ആദ്യമായി സൈക്കിൾ ഓടിച്ച അനുഭവം, ആദ്യമായി ഒരു കാർ ഓടിച്ച അനുഭവം, ആദ്യ പ്രണയത്തിൻ്റെ അനുഭവം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നല്ല പച്ചപ്പോടുകൂടി ഓർമ്മയിലില്ലേ? അതേസമയം ജീവിതത്തിൽ അവസാനമായി ചെയ്തു എന്ന തോന്നലുള്ള ചില കാര്യങ്ങൾ അങ്ങനെ ഓർമ്മയിൽ ആ ദിവസങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആദ്യമായി ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളുടെ കൈകളിലേക്ക് വാങ്ങിയ ആ ഒരു അനുഭവം കുട്ടികളുള്ളവരുടെ കാര്യത്തിൽ നമ്മളുടെ ഓർമ്മയിൽ നല്ല പച്ചപ്പോട് കൂടി കാണും. ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ അവസാനമായി കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഏതോ ഒരു ഘട്ടത്തിലായിരിക്കുമല്ലോ നമ്മൾ അവസാനമായി കുഞ്ഞിനെ ഒക്കത്തൊന്നെടുത്തത്. അത് കഴിഞ്ഞ് അവൻ 12, 13, 14 വയസ്സൊക്കെ ആകുന്നതോടുകൂടി, അല്ലെങ്കിൽ അവൾ ആകുന്നതോടുകൂടി പിന്നെ നമുക്ക് ഒക്കത്തെടുക്കാൻ സാധിക്കില്ല. അവർ നമ്മളോടൊപ്പം നടക്കുകയേ ഉള്ളൂ. അപ്പോൾ ഏതോ ഒരു ദിവസം നമ്മളുടെ കുഞ്ഞിനെ ഒക്കത്തെടുത്തത് അവസാന വട്ടമായാണ്. പിന്നൊരിക്കൽ നമ്മളത് ചെയ്തിട്ടില്ല. 15, 18 വയസ്സായ ഇപ്പോൾ കുട്ടികളുള്ളവരുടെ കാര്യത്തിൽ ഈ അനുഭവം ഉണ്ടാകാം. 20, 25, 40, 45 വയസ്സുള്ള കുട്ടികളുള്ളവരുടെ കാര്യത്തിലും ഈ അനുഭവം ഉണ്ടാകാം. ഏതോ ഒരു വട്ടം നമ്മൾ അവസാനമായി അവളെ ഒന്ന് തോളത്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴെ വെച്ച നിമിഷം നമ്മൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് അവസാന വട്ടമാണ്, ഇനി ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ അറിയാതെ അവസാനമായി അങ്ങനെ ചെയ്ത ഏതോ ഒരു ദിവസം, ഏതോ ഒരു ഇവൻറ്റ് അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾക്ക് എന്നാണെന്ന് ചോദിച്ചാൽ ഒരു അറിവുമില്ല. ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് അത് സംഭവിച്ചു യാദൃശ്ചികമായി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കണക്കിന് അത് നന്നായില്ലേ? അവസാന വട്ടമാണ്, ഇനി നമ്മുടെ കുട്ടിയെ നമ്മൾ എടുക്കില്ല, ഇത് അവസാന വട്ടമാണെന്ന് അറിഞ്ഞൊരു സെറിമോണിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എത്ര ഇമോഷണലായ ഒരു രംഗമായിരിക്കും അത്, എത്ര വൈകാരികമായ ഒരു രംഗമായിരിക്കും അത്. പക്ഷെ അതൊന്നുമില്ലാതെ നമ്മൾ പോലും അറിയാതെ ആ രംഗം കടന്നുപോയി. അവനിപ്പോൾ നമ്മളോടൊപ്പമുള്ള തന്നോടൊക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന കുട്ടിയായിട്ടുണ്ടാകാം. എന്തായിരുന്നാലും ഇതൊരു ഫാക്റ്റാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഏതൊക്കെയോ കാര്യങ്ങൾ അവസാനത്തെ വട്ടം നമ്മൾ ചെയ്യുന്നുണ്ട്. പോയ ഒരു സ്ഥലമാകാം, ഒരിക്കലും നമ്മൾ ഒരുപക്ഷെ ഇനി ആ സ്ഥലത്ത് പോകണമെന്നില്ല. കഴിച്ച ഒരു ആഹാരമാകാം, കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാകാം, താമസിച്ച ഒരു മുറിയാകാം. ഒരിക്കലും നമ്മൾ ഇനി ഒരുപക്ഷെ അങ്ങോട്ടേക്ക് തന്നെ ജീവിതത്തിൽ തിരിച്ചു വരണമെന്നില്ല. അവസാനത്തെ വട്ടമായിരിക്കും അത്. എന്തെന്ത് കാര്യങ്ങൾ, എത്രയെത്ര കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ അവസാനത്തെ വട്ടമായി ചെയ്യുന്നുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. അറുബോറൻ എന്ന് നമ്മൾ സ്റ്റാമ്പ് അടിക്കുന്ന ദിവസങ്ങൾ പോലും ചില രീതിയിൽ, ചില ആംഗിളുകളിൽ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളായേക്കാം, അല്ലെങ്കിൽ ആയിരിക്കാം പിന്നീടൊരു ഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ. അതുകൊണ്ട് ഒരു ദിവസത്തിനെയും മോശമായി കാണണ്ട. ഇന്നത്തെ ദിവസം ഒരു ബോർ ദിവസമായിരുന്നു, ഒരു യൂസ്ലെസ് ദിവസമായിരുന്നു എന്ന് പറയുന്ന ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, നമ്മുടെ ഒരു ലൈഫ് ഇവൻറ്റ് നമ്മൾ പോലും രേഖപ്പെടുത്താത്തത് നടക്കുന്നുണ്ടാകാം. എവ്രി ഡേ ഹാസ് ഇറ്റ്സ് വാല്യൂ.